ഇപ്പൊ തോബിയാസിന്റെ ലുക്കിന് നേരെ ഓപ്പോസിറ്റ് ലുക്കാണല്ലോ ഇതിലെ ലുക്ക്. അതെ അതെ ഇപ്പൊ ആ ലുക്കില് മൊട്ടയില് വരാതെ കഷണ്ടിയായി. ശരിക്കും ഇതൊരു പയ്യനല്ലേ? ശരിക്കും നമ്മള് ആ സിനിമയുടെ ഷൂട്ടിന് പോയപ്പോഴേ എനിക്ക് ഭയങ്കര ഞാനിങ്ങനെ മാറി നിന്ന് കാണുമ്പോൾ ഒരു ദിവസം ഇവര് ഫുൾ പ്രീ ഡിഗ്രി ബാച്ച് ഫുള്ളും ഉണ്ടായിരുന്നു നമ്മുടെ പാട്ടൊക്കെ എടുക്കുന്ന സമയത്ത്. അപ്പൊ ഇവര് അവിടെ നിന്ന് 10-15 വർഷം മുന്നിലോട്ട് പോയത് ഇവർ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്, സംസാരിക്കുന്നത്, കളിക്കുന്നത്, ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇവർ ആ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ തന്നെ നിൽക്കുവാണെന്ന് തോന്നും. സാറും സാറിന്റെ സുഹൃത്തുക്കളും പെൺകുട്ടികൾ ഇപ്പൊ റിയൽ ആൾക്കാരില്ലേ ഇവരുടെയൊക്കെ അപ്പൊ അവര് പെരുമാറുന്ന എടാ എടി ഇദ്ദേഹത്തിന്റെ കൂടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ച ആളുകൾ എല്ലാവരും അവിടെ 17 വയസ്സിലും മനസ്സ് 17 വയസ്സിലാണ് നിൽക്കുന്നത്, ശരീരം മാത്രമേ പ്രായം കൂടി. അത് ഷൂട്ടിംഗ് കണ്ടപ്പോ മനസ്സിലായി. എല്ലാ നല്ല അതിനകത്ത് കാണാൻ ഭംഗിയുള്ളവരൊക്കെ തന്നെ ചെന്ന് 100 വട്ടം സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സാറ് ചെന്നിട്ട് ഡയറക്ടർ അപ്പൊ സാറ് ചെന്നിട്ട് എടി നീ അതിങ്ങനെ ചെയ്യ്, അത് നീ ഇങ്ങനെ സഹപാഠികളോട് സംസാരിക്കുന്ന പോലെ അവരെ തിരിച്ചും പെണ്ണുങ്ങളൊക്കെ ഇത്രയും പ്രായമായി 14 വയസ്സായി അവര് കല്യാണം കഴിച്ച ഭർത്താക്കന്മാരെ കൊച്ചുമക്കള് ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ മാറി നിൽക്കുക. ഇവരുടെ ഒരു ഇന്ററാക്ഷൻ കണ്ട് അവർ ഇങ്ങനത്തെ മുഖം അമ്മയ്ക്കുണ്ടോ എന്നൊക്കെ വീട്ടിൽ വളരെ സീരിയസ് അമ്മയായിട്ട് തമാശ വളരെ റെയർ ആയിട്ടില്ല അമ്മമാരൊക്കെ പറയാറുള്ളൂ. ഇതങ്ങനല്ല, ഇത് എടി ഇങ്ങോട്ട് പടി അങ്ങോട്ട് പടി എടി എന്നൊക്കെ വിളിക്കുന്നതിനെ ഒരു ഔപചാരികത. നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരിലും ഉണ്ടാവുമല്ലോ ഒരു ഇച്ചിരി ഇങ്ങനെ ഇച്ചിരി തുള്ളിച്ചാടി നടക്കുന്ന അങ്ങനെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ചേട്ടൻ ഉണ്ട്, എല്ലാവരോടും പോയി ഒരു തമാശയൊക്കെ പറഞ്ഞിക്കിളി കൂട്ടി അങ്ങനെ പോകുന്ന ഒരാളുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളുടെ കോളേജ് ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ലൈഫിലൊക്കെ കണ്ട അങ്ങനെയുള്ള കുറെ പിള്ളേരെന്ന് തന്നെ അവരെ അപ്പോഴും വിളിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നി. അതിപ്പോ നമ്മളെ +2-ലാണെങ്കിലും 10ാം ക്ലാസ്സിൽ വരെ പഠിച്ച അല്ല LKG-യിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പം ആ ഏജിലേക്ക് മാറും. അത് കാരണം നമുക്ക് പറയാനുള്ള അന്നത്തെ വിശേഷങ്ങളാണല്ലോ. സെയിം അത് തന്നെ അന്ന് നമ്മൾ കണ്ടത്. ഇവരെല്ലാരും അതേ പഴയ അതേ ബെഞ്ചിലിരിക്കുന്ന പോലെ എല്ലാവരും കുടുകുണാന്ന് വർത്താനം പറയുന്നു, സംസാരം. നമ്മളിതൊക്കെ മാറിന്ന് ഞാൻ ഇവളും കൂടി കസേര ഇട്ടിട്ട് ഞങ്ങൾ അവിടെ കണ്ട് ആസ്വദിക്കുമായിരുന്നു. നിങ്ങൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അപ്പൊ അവര് വന്ന് ഹെൽപ്പ് ചെയ്യോ ഈ ക്യാരക്ടർ ചെയ്യാൻ? അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അല്ല കേട്ടോ കറക്ഷൻ, ഞാൻ ഇങ്ങനെ അല്ല കേട്ടോ സംസാരിക്കാൻ അല്ല അങ്ങനെ സ്ലാങ് ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് നോർമലി തന്നെ അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം. അവര് ആ ഒരു സ്പേസിൽ നിന്നൊക്കെ പോയി വീട്ടമ്മമാരായിട്ടും അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം എന്നില്ല. അതിനൊക്കെ സാറുണ്ടല്ലോ അവിടെ. സിനിമ ഇറങ്ങുമ്പോ ആക്ച്വലി ഉണ്ടല്ലോ അപ്പൊ തന്നെ ഹിറ്റാണ്. കാരണം PDC പഠിച്ച എല്ലാരും വന്ന് കാണുമല്ലോ വിത്ത് ഫാമിലി, അവരുടെ മക്കള്. അതാണ് ശരിക്കും ഉദ്ദേശം. ഈ സ്ലാങ്ങിന്റെ ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി പ്ലോട്ടിൽ തന്നെ നമ്മളൊരു ചെറിയ ചേഞ്ച് ഉണ്ടാക്കി. ഒരു റെസിഡൻഷ്യൽ പാരലൽ കോളേജിൽ പഠിച്ച കുട്ടികളാക്കി. അപ്പൊ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ആലപ്പുഴത്തെ ഭാഷയും കോട്ടയത്തെ ഭാഷയും തിരുവനന്തപുരം ഭാഷയും എല്ലാം മിക്സ് ആയിട്ട് പോകും.